എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിലെ ഓരോ മാസവും എങ്ങനെ ആയിരിക്കുമെന്നതാണ്. സൂര്യന്റെ ശക്തമായ സ്വാധീനവും ചന്ദ്രന്റെ സൂക്ഷ്മമായ മനസ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക നക്ഷത്രമാണ് പൂരം. കലാപരമായ കഴിവ്, സ്നേഹബന്ധങ്ങൾ, ആത്മാഭിമാനം ഇവയാണ് പൂരം നക്ഷത്രക്കാരുടെ മുഖ്യ സവിശേഷതകൾ. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ വികാരങ്ങളും തീരുമാനങ്ങളും തമ്മിൽ ഒരു സ്ഥിര പോരാട്ടം നടക്കുന്നതായി കാണാം. അതുകൊണ്ടാണ് ഈ വർഷം ഓരോ മാസവും നൽകുന്ന സന്ദേശങ്ങൾ വളരെ പ്രധാനമാകുന്നത്. ജനുവരി വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അധിക സമ്മർദ്ദം അനുഭവപ്പെടാം. എങ്കിലും കഴിവ് തെളിയിക്കാൻ ഈ മാസം മികച്ച ഒരു അവസരമാണ്. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: ഞായറാഴ്ച രാവിലെ സൂര്യന് ജലം അർപ്പിക്കുക. ഓം ആദിത്യായ നമ 11 പ്രാവശ്യം ജപിക്കുക. ഫെബ്രുവരി വികാരപരമായ തീരുമാനങ്ങൾ പ്രശ്നങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണിത്. സ്നേഹബന്ധങ്ങളിൽ അവസരവശാൽ വാക്കുകൾ തെറ്റിപ്പോയേക്കാം. ധനകാര്യത്തിൽ നിങ്ങൾ അമിത ചിലവുകൾ ഒഴിവാക്കുക. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം ഇതാണ്: തിങ്കളാഴ്ച ചന്ദ്രന് പാലഭിഷേകം ചെയ്യുക. വെള്ള നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. മാർച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ മനസ്സാഗ്രഹിക്കുന്ന ഒരു മാസമായിരിക്കും ഇത്. ജോലി മാറ്റം, താമസമാറ്റം ഇവയെക്കുറിച്ചുള്ള ചിന്തകൾ ശക്തമാകും. ധൈര്യത്തോടെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാം. ഈ മാസം വ്യാഴാഴ്ച ഗുരുവിനെ പ്രാർത്ഥിക്കുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ദാനം നൽകുക എന്നിവയാണ് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം. ഏപ്രിൽ നിങ്ങളുടെ അഹങ്കാരം നിയന്ത്രിക്കേണ്ടുന്ന ഒരു മാസമാണിത്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കാതെ ഇരിക്കാം, പക്ഷേ ക്ഷമ പുലർത്തുക. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: ശിവക്ഷേത്രത്തിൽ വൈകുന്നേരം വിളക്ക് തെളിയിക്കുക. ഓം നമഃശിവായ 21 പ്രാവശ്യം ജപിക്കുക. മെയ് കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം നിറയുന്ന സമയമാണിത്. വിവാഹ സംബന്ധമായ നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ധനകാര്യത്തിൽ മെച്ചമായിരിക്കും ഉണ്ടാവുക. പരിഹാരക്രിയ ഇതാണ്: വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, പൂക്കൾ ദാനം നൽകുക. ജൂൺ മനസ്സിന് അല്പം അസ്ഥിരതയുണ്ടാവുന്ന ഒരു മാസമായിരിക്കും ഇത്. പഴയ ബന്ധങ്ങൾ മനസ്സിൽ വീണ്ടും വരാം. അമിതമായുള്ള ചിന്ത നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ പുരോഗതിക്ക് അമിതമായ ചിന്തകൾ ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: ദിവസവും രാവിലെ ദീപം തെളിയിക്കുക. ഓം ശാന്തി 9 പ്രാവശ്യം ചൊല്ലുക. ജൂലൈ പ്രൊഫഷണൽ ജീവിതത്തിൽ നല്ല പുരോഗതി കൈവരിക്കുന്ന ഒരു മാസമായിരിക്കും ഇത്. മേലധികാരികളുടെ വിശ്വാസം നിങ്ങൾ നേടും. കലാ സാംസ്കാരിക കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: സൂര്യ ഉപാസന തുടർച്ചയായി ചെയ്യുക. താമരപ്പൂവ് അർപ്പിക്കുക. ഓഗസ്റ്റ് ബന്ധങ്ങളിൽ ചെറിയ അകലങ്ങൾ ഉണ്ടാകാവുന്ന ഒരു മാസമാണിത്. അധികമായുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ നിരാശയായി മാറാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ കൂടി ധൈര്യം കൈവിടരുത്. നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം: ശനിയാഴ്ച കറുത്ത എള്ള് ദാനം ചെയ്യുക. ശനിമന്ത്രം ജപിക്കുക. സെപ്റ്റംബർ ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു മാസമായിരിക്കും ഇത്. മനസ്സ് ശാന്തമാകും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വന്നെത്തും. നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം: വ്യാഴാഴ്ച ദരിദ്രർക്ക് ഭക്ഷണം നൽകുക. ഗുരുവിൻ്റെ അനുഗ്രഹം വർദ്ധിക്കും. ഒക്ടോബർ തീരുമാനങ്ങളിൽ തെളിവും ധൈര്യവും ആവശ്യമായുള്ള ഒരു മാസമാണിത്. വലിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരക്രിയ ഇതാണ്: ശിവലിംഗത്തിൽ ജലം ഒഴിക്കുക. രുദ്രാക്ഷം ധരിക്കുക. നവംബർ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം ഈ മാസം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്.
സന്തോഷകരമായ വാർത്തകൾ നിങ്ങൾ കേൾക്കാൻ ഇടയാകും. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം: വെള്ളിയാഴ്ച ദീപം തെളിയിക്കുക, ലക്ഷ്മി നാരായണ മന്ത്രം ജപിക്കുക. ഡിസംബർ വർഷത്തിന്റെ അവസാനം ആത്മപരിശോധനയ്ക്ക് അനുയോജ്യമാണ്. നേടിയതും നഷ്ടപ്പെട്ടതും എല്ലാം മനസ്സിലാക്കേണ്ടുന്ന ഒരു സമയം. പുതിയ പ്രതീക്ഷകളോടെ അടുത്ത വർഷത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യാം. നിങ്ങൾ ഈ മാസം ചെയ്യേണ്ട പരിഹാരം: പിതൃസ്മരണ നടത്തി ദാനം നൽകുക, നന്ദി പ്രാർത്ഥന നടത്തുക. ഇങ്ങനെ പൂരം നക്ഷത്രക്കാർക്ക് ഈ വർഷം വികാരങ്ങളും വിജയങ്ങളും ഒരുമിച്ച് നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. സ്വയം നിയന്ത്രണവും ശരിയായ സമയത്തെടുത്ത തീരുമാനങ്ങളും ഈ വർഷം ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നക്ഷത്രഫലവുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ടാവട്ടെ. നന്ദി.